ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശൻ മഹാലക്ഷ്മിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രകാശൻ്റെ മനസ്സിലേക്ക് ആ ഒരു പാട്ട് നമ്മുടെ വിനീത് ശ്രീനിവാസനൊക്കെ പാടിയ, ശ്രീനിവാസൻ അഭിനയിച്ച കരളേ കരളിൻ്റെ കരളേ, ആ പാട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതിൽ മഹാലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനും കൂടി ഡാൻസ് ചെയ്യുന്നതൊക്കെ ആലോചിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പ്രകാശൻ അങ്ങനെ കിടക്കുക. കിനാവുകളൊക്കെ കണ്ടു കിടക്കുന്ന പ്രകാശൻ്റെ അടുത്തേക്ക് നമ്മുടെ മൂങ്ങ മുത്തശ്ശി വന്ന് നോക്കുന്നു. അപ്പം മുത്തശ്ശി നോക്കുമ്പോഴാണെങ്കിലോ അവൻ കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് കിടക്കുകയാണ്. പ്രകാശാന്ന് വിളിച്ചതും തള്ള നശിപ്പിച്ചു. നല്ലൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൽ നിന്ന് എന്നെ ഇവരെന്തിനാ എഴുന്നേൽപ്പിച്ചതെന്ന് ആലോചിച്ചുകൊണ്ട് എന്താ അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, നിനക്ക് വിശക്കുന്നില്ലേ? സാധാരണ നീ ചൂടോടുകൂടിയാണല്ലോ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ആറിപ്പോയാൽ പിന്നെ അത് മതി നിനക്ക് എൻ്റെ മെക്കിട്ട് കയറാനായിട്ട്. അല്ല, പൊന്നുമോൻ എന്താലോചിച്ച് കിടക്കുകയായിരുന്നു? ഏത് സമയവും മഹാലക്ഷ്മിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സത്യം പറയടാ, നീ അവളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അതെ അമ്മേ, അവളെ തന്നെ ആലോചിച്ചത്. അവളെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ പൊന്നു മോനെ, നിനക്ക് ഈ 55ാമത്തെ വയസ്സിലാണല്ലോടാ പ്രേമിക്കാനുള്ള യോഗം ഉണ്ടായത്. ഞാനൊരു കാര്യം ഇപ്പോഴേ നിന്നോട് പറഞ്ഞേക്കാം. മറ്റു 2 പെണ്ണുങ്ങളെ കണ്ണീര് കുടിപ്പിച്ചതുപോലെ ഈ വരുന്ന മഹാലക്ഷ്മിയെ കണ്ണുനീര് കുടിപ്പിക്കാമെന്ന് നീ എങ്ങാനും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഈ ഭാനുമതിയുടെ തനി സ്വഭാവം നീ മനസ്സിലാക്കും. നല്ല അടി വെച്ച് തരുവടാന്ന് പറഞ്ഞു. എൻ്റെ അമ്മ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവളുമാരൊക്കെ ഒരു ചവറ് പെണ്ണുങ്ങളായിരുന്നു നീ. എന്നാൽ എൻ്റെ മഹാലക്ഷ്മി അങ്ങനെയൊന്നും അല്ല. മഹാലക്ഷ്മി അമ്മ ഒന്ന് കാണണം. ആ മുഖത്തെ ഐശ്വര്യം ഒന്ന് കണ്ടാലുണ്ടല്ലോ. അമ്മയ്ക്ക് ഇതുപോലെ തങ്കക്കുടം പോലത്തെ ഒരു മരുമോളെ ഈ വയസ്സാം കാലത്ത് കിട്ടിയല്ലോ. അമ്മ അങ്ങ് സന്തോഷിച്ചോ? ഞാനും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷത്തിലാണ്. മഹാലക്ഷ്മിയെ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സും അതുപോലെ തന്നെ എൻ്റെ ചിന്തകളും ഒക്കെ വേറെ ലെവലായിക്കൊണ്ടിരിക്കുക. അത് മോനും നിൻ്റെ മോൻ തന്നെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. കാർത്തിക മോളും വിക്രവും കൂടി പറയുന്നുണ്ടായിരുന്നു, നീ ഇപ്പം സ്വപ്നലോകത്തെ ബാലഭാസ്കരനായിട്ട് ഏത് സമയവും റൂമിൽ തന്നെയാണെന്നും സ്വപ്നം കണ്ടുള്ള ഇരിപ്പാണെന്നും ഒക്കെ. കല്യാണം ഇങ്ങ് അടുത്തല്ലോ മോനെ, ഇനി പിന്നെ എന്തിനാ ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിരിക്കുന്നത്? എന്തായാലും അമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞു. എൻ്റെ മറ്റു മരുമക്കളോട് നീ കാണിച്ചതുപോലെയുള്ള ക്രൂരത ഇവളുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ പ്രകാശ, ഞാൻ പറഞ്ഞത് നീ മറക്കണ്ട, നല്ല അടി തന്നെ കിട്ടും. അമ്മ, അന്നൊക്കെ അതൊക്കെ സംഭവിച്ചു പോയത് അമ്മയ്ക്കറിയാലോ. അമ്മയും അതുപോലെ തന്നെ മുത്തച്ഛനും ഒക്കെ കൂടിയല്ലേ പെൺപിള്ളേരെ വെറുക്കാനും പെണ്ണുങ്ങളോട് ക്രൂരത കാണിക്കാനും ഒക്കെ എന്നെ ശീലിപ്പിച്ചത്. ഇനി എന്തായാലും എൻ്റെ മോൻ അങ്ങനെയുള്ള ഒരു തെറ്റ് ചെയ്യരുത്. ഇപ്പോൾ പഴയ കാലമൊന്നും അല്ല പ്രകാശ. ആൾക്കാരൊക്കെ പല രീതിയിലും പുരോഗമിച്ച് വരിക. പണ്ടൊക്കെ പെണ്ണുങ്ങൾ പിന്നോക്കമായിരുന്നെങ്കിൽ ഇപ്പോൾ അവളുമാരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ആണിനെക്കാട്ടിലും ഒരുപടി മുന്നിലാണിപ്പോൾ അവരെന്നൊക്കെ പറഞ്ഞു. ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല എന്ന് പ്രകാശൻ നമ്മുടെ മൂങ്ങയ്ക്ക് വാക്ക് കൊടുക്കുക. അവളെ എൻ്റെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ കിരണും കല്യാണിയും കൂടി കുഞ്ഞിനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വരിക. അല്ല കിരണേട്ടാ, നമ്മളിനി എന്താ ചെയ്യുന്നത്? ഈ കുഞ്ഞിനെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അറിയാലോ സരയുൻ്റെ സ്വഭാവം. ഒരു കാരണം വെച്ചാലും നമ്മൾ കൊടുക്കണ്ട. നമുക്കേ അവരെല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി നമുക്ക് ആ കുഞ്ഞിനെ വെക്കാം. അതിനുശേഷം സരയും വന്ന് കുഞ്ഞിനെ എടുക്കുന്നത് വരെ നമുക്കപ്പുറം മറഞ്ഞിരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ കല്യാണി തങ്കക്കുടം പോലത്തെ ഒരു കുഞ്ഞല്ലേ കിരണേട്ട. ഈ കുഞ്ഞിനോട് ആ ക്രൂരത ചെയ്യാനായിട്ട് ആ ബഗാസുരന് മാത്രമേ കഴിയുള്ളൂ. ബഗാസുരൻ മാത്രമാണോ? അയാൾ മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അയാളുടെ ഭാര്യയും ഇതിനൊക്കെ നല്ല കട്ട സപ്പോർട്ടാണ്. അങ്ങനെ അവർ 2 പേരും കൂടി കുഞ്ഞിനെ ആ വരാന്തയിൽ കിടത്തി. അതിനുശേഷം ഗേറ്റിന് വെളിയിൽ പോയി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുമ്പം കുഞ്ഞങ്ങനെ കരയാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുമ്പം നമ്മുടെ സരയും അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മനുവേട്ട ഒന്ന് എഴുന്നേറ്റ് മനുവേട്ട, കുഞ്ഞല്ലേ മനുവേട്ട കരയുന്നത്. അങ്ങനെ മനുവും അതുപോലെ സരയും കൂടി വെളിയിലേക്ക് ഇറങ്ങി വരിക. അപ്പോൾ ഈ കൊച്ചിൻ്റെ ബഹളമൊക്കെ കേട്ടുകൊണ്ട് ശാരിയും ബഗാസുരനും ഒക്കെ ഉണർന്നു. ശാരിയാണെങ്കിലോ, അല്ല, ആ കേൾക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ കരച്ചിലല്ലേ? ഇനി കുഞ്ഞെങ്ങാനും തിരിച്ചു വന്നോ? എൻ്റെ പൊന്ന് ശാരി, നീ ഒന്ന് അടങ്ങ്. കുഞ്ഞിനെ കൊണ്ട് ആര് വരാനാ? കുഞ്ഞിനെയും കൊണ്ട് ഇപ്പം ആ പിച്ചക്കാരൻ ഈ നാട് വിട്ട് കാണും. എന്തായാലും എൻ്റെ പൊന്ന് ശാരി, നീ ഒന്ന് അടങ്ങെന്ന് പറഞ്ഞ് ശാരിയെ സമാധാനിപ്പിക്കുകയാണ് ബഗാസുരൻ. ഈ സമയമാണെങ്കിൽ സരയു താഴേക്ക് ഇറങ്ങി വന്ന് ആ ഡോറ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച
തൻ്റെ കുഞ്ഞ് ആ വരാന്തയിൽ കിടക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ നമ്മുടെ സരയും മനുവും കൂടി ഓടി വന്ന് ആ കുഞ്ഞിനെ വാരിയെടുക്കുക. സരയുവിനോടൊപ്പം തന്നെ നമ്മുടെ മനുവിനും ആ കുഞ്ഞിനോടൊരു സ്നേഹം തോന്നിയെന്നതിനുള്ളതിന് നല്ല കറക്റ്റായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ്. മനു ആ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വയ്ക്കാനൊക്കെ തുടങ്ങി. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് തിന്ന സരയുവിനാണെങ്കിലും സ്വർഗം കിട്ടിയ സന്തോഷം. അങ്ങനെ വളരെയധികം സന്തോഷത്തിൽ നമ്മുടെ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് സരയും കുഞ്ഞും അതുപോലെ മനുവും കൂടി ആ വീടിനകത്തോട്ട് കയറുക. അപ്പോൾ കുഞ്ഞിനെ കറക്റ്റായിട്ട് സരയുടെ കയ്യിൽ തന്നെ കിട്ടിയല്ലോ. ഈ ഒരു ആശ്വാസത്തിൽ നമ്മുടെ കിരണും കല്യാണിയും കൂടി ആ ഗേറ്റിന് വെളിയിൽ നിന്നും അവരവരുടെ വീട്ടിലേക്ക് പോവുക. അതിനുശേഷം ഇനിയും ഒരുപക്ഷെ ഇതുപോലെയൊക്കെ അവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കിരണേട്ട. നമുക്ക് എന്തായാലും അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള CCTV ഉണ്ടല്ലോ, അത് അവരുടെ അങ്ങോട്ടേക്ക് തിരിച്ചു വയ്ക്കാം. ഇനിയും ബഗാസുരന് ഇതുപോലെയുള്ള ഉടായ്പ പരിപാടികളും ഒക്കെ ആയിട്ട് വരുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് അയാൾ ഇനി അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്തണം. ആ ഒരു സമാധാനത്തിൽ അവർ രണ്ടുപേരും കൂടി അവരുടെ വീട്ടിലേക്ക് കയറി പോവുക. പിന്നീടാണെങ്കിലോ കുഞ്ഞുമായിട്ട് വന്ന് സരയുടെ അടുത്തേക്ക് ശാരി വന്നു. മോളെ, കുഞ്ഞിനെ എവിടുന്ന് കിട്ടി? തൊട്ടു പോകരുത് എൻ്റെ കുഞ്ഞിനെ, അങ്ങ് മാറി നിന്നോണം. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടിയാണ് എൻ്റെ കുഞ്ഞിനെ ആർക്കോ എടുത്ത് കൊടുത്തത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുവേട്ടൻ പറഞ്ഞതൊക്കെ തന്നെയാണ് സത്യം. അദ്ദേഹം പറഞ്ഞതാ കുഞ്ഞിനെ നിങ്ങൾ തന്നെ ആയിരിക്കും പിച്ചക്കാരന് കൊടുത്തതെന്ന്. എൻ്റെ പൊന്നു മോളെ, ദേ ഇവൻ പറയുന്നതൊന്നും നീ കേൾക്കണ്ടെന്ന് ബഗാസുരൻ പറയുക. നിങ്ങളാരും എന്നോട് അധികം ഒന്നും സംസാരിക്കുമൊന്നും വേണ്ട. നിങ്ങളെ എന്നെയും അതുപോലെ എൻ്റെ മനുവേട്ടനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുകയല്ലേ. അതിനൊരു ഭാരമാണ് ഈ കുഞ്ഞെന്ന് കണ്ടിട്ട് ഈ കുഞ്ഞിനെ നിങ്ങൾ പിച്ചക്കാരനെടുത്ത് കൊടുത്തതല്ലേ എന്ന് ശാരിയുടെ മുഖത്ത് നോക്കി സരയു ചോദിക്കുക. ശാരി ഒരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുമ്പം ബഗാസുരൻ പറഞ്ഞു, മോളെ, ഇവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാ. ഒരിക്കലും ഞാനും നിന്റെ അമ്മയും നിനക്ക് ദോഷമായിട്ട് വരുന്ന ഒരു കാര്യം ചെയ്യില്ല മോളെ. പിന്നെ നീ വിശ്വസിച്ച് കൂടെ നടത്തുന്ന ഇവനുണ്ടല്ലോ, ഇവൻ നിന്നെ ചതിക്കും മോളെ എന്നൊക്കെ പറഞ്ഞു. അത് അറിയാം എനിക്ക് ആരാണ് ചതിക്കുന്നതെന്ന്. രണ്ടും എൻ്റെ കൺമുന്നിൽ നിന്ന് പോയിക്കോണമെന്ന് പറഞ്ഞ് അവളുടെ കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോവുക. അതിനുശേഷമാണെങ്കിലോ ബഗാസുരനെ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നമ്മുടെ ശാരി അങ്ങനെ നിൽക്കുക. നിങ്ങൾ ഒറ്റൊരുത്തൻ, നിങ്ങളുടെ ഈ ഒരു ക്രൂരത കാരണം ഞാനും എൻ്റെ മോളും ഒക്കെ ഇപ്പം ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് മതിയായില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുമ്പം നമ്മളെ കാണിക്കുന്നത് സരയു റൂമിലെത്തിയതും മനുവിനോട് സംസാരിക്കുക. മനുവേട്ട, നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ. എനിക്ക് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. മോളു, നിനക്ക് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. കുറച്ചുകൂടി സമയം വൈകിയിരുന്നെങ്കിൽ ഞാൻ അങ്ങേ ലോകത്ത് പോയേനെ എന്ന് ഇവൻ പറയുക. മനുവേട്ടൻ എന്താ ഏത് ലോകത്ത് പോകുന്ന കാര്യം ഉദ്ദേശിച്ചത്? മോളെ, ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാതെ എൻ്റെ ചങ്ക് തകർന്ന് മരിച്ചു പോയേനെ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി മനുവേട്ട. അമ്മയും അച്ഛനും ഒന്നും പറയുന്ന പോലെയൊന്നും അല്ല. എൻ്റെ മനുവേട്ടന് നല്ല ടെൻഷനുണ്ടല്ലേ. മനുവേട്ടൻ വിഷമിക്കണ്ട, നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തിരികെ കിട്ടിയല്ലോ. ഈശ്വരനായിട്ടാണ് ഈ കുഞ്ഞിനെ ഇവിടെ തിരികെ എത്തിച്ചതെന്നൊക്കെ പറഞ്ഞ് മനുവിൻ്റെ ദേഹത്തേക്ക് ചാരി കിടക്കുന്ന നമ്മുടെ സരയും ഇതൊക്കെ കണ്ടുകൊണ്ട് ബഗാസുരനും അതുപോലെ ശാരിയും രണ്ടുപേരും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം, എന്താ ഞങ്ങളുടെ റൂമിലേക്ക് ഒരു നോട്ടം? രണ്ടിനെ ഇവിടെ കണ്ടുപോകരുത്, ഇപ്പം തന്നെ പൊയ്ക്കൊള്ളണമെന്നും പറഞ്ഞ് സരയുവിൻ്റെ ഒച്ചപ്പാടും ബഹളവും കേട്ട് രണ്ടുപേരും താഴത്തോട്ട് പോരുക. അതിനുശേഷമാണെങ്കിലോ കിരണും കല്യാണിയും കൂടി ആ ഫോൺ എടുത്തിട്ട് ബഗാസുരനെ വിളിക്കുക. ബഗാസുരൻ ഈ കോള് കണ്ടതും, ശരി, കിരണാണല്ലോ വിളിക്കുന്നത്, ഇനി അവനെന്ത് പറയാനാണോ വിളിക്കുന്നത് അറിയില്ല, എന്തായാലും നിങ്ങൾ ഫോൺ എടുക്കെന്നും പറഞ്ഞ്